ഏതൊക്കെയാണ് എപ്പിത്തീലിയൽ ഒവേറിയൻ ട്യൂമേഴ്സ്? ഫസ്റ്റ്, സീറസ് ട്യൂമേഴ്സ്. ഇത് ഇന്നൊസെന്റും ആകാം, ക്യാൻസറസും ആകാം. അതുപോലെ തന്നെ ക്യാൻസറസ് ട്യൂമേഴ്സ് ലോ ഗ്രേഡും ആകാം, ഹൈ ഗ്രേഡും ആകാം. 70% ഓഫ് ദി എപ്പിത്തീലിയൽ ഒവേറിയൻ ട്യൂമേഴ്സ് സീറസ് ട്യൂമേഴ്സ് ആണ്. രണ്ട്, മ്യൂസിനസ് ട്യൂമേഴ്സ്. ഈ മ്യൂസിനസ് ട്യൂമറിന്റെ മുഴകളിൽ കൊഴുത്ത ജെല്ലി-ലൈക്ക് മെറ്റീരിയൽ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് മ്യൂസിനസ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. അത് ഇന്നൊസെന്റും ആകാം, ക്യാൻസറസും ആകാം. അതിനിടയ്ക്കുള്ളതാണ് ബോർഡർ ലൈൻ. തേർഡ്, എൻഡോമെട്രിയോ ട്യൂമേഴ്സ്. ഫോർത്ത്, ക്ലിയർ സെൽ ട്യൂമേഴ്സ്. ഇത് രണ്ടും സാധാരണ ക്യാൻസറസ് തന്നെ ആയിരിക്കും. ബിനൈൻ ട്യൂമേഴ്സ്, ഇന്നൊസെന്റ് ട്യൂമേഴ്സ് കുറവാണ്. പിന്നെ റെയർ ആയിട്ട് കാണുന്ന എപ്പിത്തീലിയൽ ഒവേറിയൻ ട്യൂമറാണ് ബ്രണ്ണർ ട്യൂമർ, അൺഡിഫറൻഷിയേറ്റഡ് ട്യൂമർ. അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കോശമാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മറ്റേതൊക്കെ ഇപ്പോൾ എൻഡോമെട്രിയോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻഡോമെട്രിയൽ ലൈനിങ്, അതായത് യൂട്രസിന്റെ ലൈനിങ് ആ ടൈപ്പിലുള്ള സെൽസ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് ട്യൂമേഴ്സിൽ ഏത് കോശമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് എല്ലാം തന്നെ ക്യാൻസറസ് ആണ്, ഹൈലി അഗ്രസീവ് ക്യാൻസേഴ്സ് ആണ്. പിന്നെ അതേപോലെ മിക്സഡ് ട്യൂമേഴ്സ് ഉണ്ടാകാം, പല കോശങ്ങൾ ഒന്നിച്ച് ഉണ്ടാകുന്നതാണ് മിക്സഡ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്.